കർത്താവായ യേശുവിൽ ഇത് അത്ഭുതത്തിന്റെ ദിവസമാണ്, അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതം ടേണിംഗ് പോയിന്റിലേക്ക് വരുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, സങ്കടത്താലോ ദുഃഖത്താലോ തകർച്ചയിലോ ഏതെങ്കിലും വിഷമത്തിലാണോ കടന്നു പോകുന്നത്, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ലൈഫ് ഇന്ന് ചേഞ്ച് ആകും. ഈ വചനങ്ങളാൽ ഇന്ന് ചേഞ്ച് ആകും. മർക്കോസ് ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്ന വാക്യം, യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് കഴിയാത്തത്, മെഡിക്കൽ സയൻസിന് കഴിയാത്തത്, പണത്തിന് കഴിയാത്തത്, ലോകത്തിന് കഴിയാത്തത്, ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ കമ്പനികൾക്കോ ബാങ്കുകൾക്കോ കഴിയാത്തത് യേശുവിന് കഴിയും. എൻ്റെ കർത്താവിനാൽ കഴിയുമെന്ന് ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ ഇന്ന് പറയുന്നത്, അവരിലൂടെ വലിയ പ്രവൃത്തികൾ കാണാൻ വേണ്ടി പോകുന്നു. കർത്താവ് പറയുന്നത് പോലെ തന്നെ യേശു അവരോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവർക്ക് സകലതും നടക്കും. പറയണം, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. എൻ്റെ ദൈവത്തിന് കപ്പാസിറ്റി ഉണ്ട്. എൻ്റെ കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മനുഷ്യൻ കൈവിട്ടതായിക്കോട്ടെ, ലോകം കൈവിട്ടതായിക്കോട്ടെ, മെഡിക്കൽ സയൻസ് കൈവിട്ടതായിക്കോട്ടെ, പറയണം, എൻ്റെ യേശുവിന് കഴിയും. പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. എൻ്റെ കർത്താവിന് കഴിയും. പറയണം, കർത്താവിന് കഴിയും, യേശുവിന് കഴിയും. ആ വിഷയം എടുത്തു പറ. എൻ്റെ യേശുവിന്, ഞാനിപ്പോൾ കടന്നു പോകുന്ന വിഷയത്തെ പറയണം. എന്നിട്ട് പറ, ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ യേശുവിന് എന്നെ ഈ വിഷയത്തിൽ, ഇന്ന വിഷയത്തിൽ അത്ഭുതമാക്കുവാൻ കഴിയും. ഞാനത് കാണും. നന്ദി കർത്താവ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവെ, ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നപ്പ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, കർത്താവിൻ്റെ മുറിവ് നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. നാളെയല്ല, ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ പുതിയ അവയവങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. കാഴ്ചയില്ലാത്തവർ കണ്ണാടിയൊക്കെ ഊരി മാറ്റിക്കുക. എന്നിട്ട് കൈയെടുത്ത് വെച്ചിട്ട് പറ, കണ്ണാടിയുടെ സഹായമില്ലാതെ ഞാൻ കാണുന്നു, ഞാൻ സംസാരിക്കും, ഞാൻ കേൾക്കുന്നു. അകത്തുള്ള രോഗങ്ങൾ, ശാരീരികമായിട്ടുള്ള രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, ആന്തരിക അവയവത്തിൽ അകത്ത് വ്യാപരിക്കുന്ന സകല ബുദ്ധിമുട്ടുകളും കുറവുകളും ഇപ്പോൾ സൗഖ്യമാകുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു മുറിവേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു സുമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ശരീരത്തിലും കുടുംബത്തിലും 2 അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജർമ്മനിയിൽ തലമുറ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ മകൻ അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത ചില കാര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞ്, ദൈവത്താൽ അല്ലാതെ ഇനിയൊരു വാതിലില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ മകൻ്റെ പേര് പറഞ്ഞ കർത്താവെ, ആ ജർമ്മനിയിൽ വഴി തുറന്നതിന് നന്ദി പറഞ്ഞു. അവനെ ദൈവം അവിടെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ദൈവത്താലാണ് ഈ ഓപ്പർച്യൂണിറ്റി വന്നെന്ന് പറയാൻ തക്കവണ്ണം ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ഒരു സാംകുട്ടിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. ഈ സാംകുട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പെങ്ങളുണ്ട്. ഞാൻ 2 കുടുംബത്തെ ഇങ്ങനെ ചേർത്ത് കാണുമ്പോൾ തന്നെ ഈ സാംകുട്ടിയുടെ പെങ്ങൾക്കൊരു മോനുണ്ട്. ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മകൻ മുഖാന്തരം ഒരു കുടുംബത്തിൽ വലിയൊരു അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്ക് അവിടെ ഉണ്ടാകുന്നില്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു ബാങ്കിൻ്റെ പേപ്പർ കുടുംബത്തിൻ്റെ അകത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു SBI എന്ന് വന്നൊരു ബാങ്കിൻ്റെ പേപ്പർ, അത് നിങ്ങളുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ കടം എങ്ങനെ തീർക്കുമെന്നറിയത്തില്ല. കടം എടുത്തയാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല. പക്ഷെ നിങ്ങളുടെ തലമേൽ ആ ബാധ്യത വന്നിരിക്കുന്നു. എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയത്തില്ല. സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് പറയും, നിങ്ങൾക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയച്ചൊരു വഴിയെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവിടെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ ഞാനൊരു അമ്മച്ചിയെ കാണുവാണ്. അമ്മച്ചി പക്ഷേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാനത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മേരി എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ചിത്രം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ.
ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഭാരത്തിലൂടെ കടന്നു പോകുവാണ്. ദൈവ വിഷയത്തിന് മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുദിനം എല്ലാ ദിവസവും നമുക്ക് ഈ ദൈവിക സന്ദേശങ്ങൾ വരുന്നു. നിങ്ങൾക്ക് താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറുകളിൽ ഈ സാക്ഷ്യങ്ങളെ നിങ്ങൾക്ക് അറിയിക്കാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് ലൈവായിട്ട് സൂം പ്രെയർ നടക്കുന്നു. വചനവും രോഗസൗഖ്യവും ആലോചനകളാൽ പരിശുദ്ധാത്മാവും ഞങ്ങളെ നിറയ്ക്കുന്നു. നമുക്ക് ഒരുമിച്ച് പങ്കുതരാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനേകർക്കിത് അനുഗ്രഹത്തിനും സൗഖ്യത്തിനുമായി ഈ വചനങ്ങൾ അയച്ചു കൊടുക്കുക. അവരുടെ ലൈഫിനെ ദൈവം തൊടും. നിങ്ങളൊരു മുഖാന്തിരമാകും. സുവിശേഷം ലോകമെത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.